അപ്പോൾ മക്കളെ ഇത് നമ്മുടെ ഓണം എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്ഷണൽ സബ്ജക്ട് എടുത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് എക്കണോമിക്സ് ആണ് അല്ലേ. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണം എക്സാമിനായിട്ടുള്ളത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്, പിന്നെ നമുക്കുള്ളതാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഈ 3 ചാപ്റ്റേഴ്സിലെ MCQs അതായത് 1 മാർക്സിന്റെയും അതേപോലെ 2 മാർക്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ റെഡിയാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1 മാർക്സിന്റെ ക്വസ്റ്റ്യനും 2 മാർക്സിന്റെ ക്വസ്റ്റ്യനും എന്താണ് മിസ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് ഇപ്പം ഒരു ഡൗട്ട് ഉണ്ടാവും. നമുക്കറിയാം ഏകദേശം 11 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ എക്കണോമിക്സിൽ നിങ്ങൾക്ക് മൊത്തത്തിലുള്ളത്. അതിൽ ജസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് 80 മാർക്സിന് വരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഏത് രീതിയിലാണ് 1 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നത് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടിയേ മതിയാവത്തുള്ളൂ. കാരണം നമുക്ക് മൊത്തം പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്താ, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ MCQസും കാര്യങ്ങളും ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്രോബ്ലം ഓഫ് ചോയ്സസ് അറൈസ് ഔട്ട് ഓഫ് ഡാഷ്. സ്കാസിറ്റി ഓഫ് റിസോഴ്സ് ആണോ, അബണ്ടൻസ് ഓഫ് റിസോഴ്സ് ആണോ, ലിമിറ്റഡ് വോൺസ് ആണോ, അതോ ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ആണോ? നമുക്കറിയാം നമ്മുടെ ഇക്കോണമി എന്താണ്, 3 പ്രശ്നങ്ങൾ അല്ലെ, 3 സെൻട്രൽ പ്രോബ്ലംസ് നേരിടുന്നുണ്ട്. ആ സെൻട്രൽ പ്രോബ്ലംസിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഈ പ്രോബ്ലം ഓഫ് ചോയ്സ് അല്ലെ. ഈ പ്രോബ്ലം ഓഫ് ചോയ്സ് എങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇങ്ങനെ 3 സെൻട്രൽ പ്രോബ്ലംസ് ആണ് ഇക്കോണമി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസ് എങ്ങനെയാണ് അറൈസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്, സ്കാസിറ്റി ഓഫ് റിസോഴ്സസ് ആണ് മെയിൻ കാരണം എന്ന് പറയുന്നത് അല്ലെ. പല പ്രശ്നങ്ങൾക്കും അല്ലെ നമ്മുടെ ഈ സെൻട്രൽ പ്രോബ്ലംസ് വരാനുള്ള റീസൺസ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത്, സ്കാസിറ്റി ഓഫ് റിസോഴ്സ്. നമുക്ക് എന്താ പറയുക, നമുക്ക് ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് അല്ലേ. അത് കാരണമാണ് പല പ്രശ്നങ്ങളും വന്നു ചേരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഈസ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു. നമുക്കറിയാം നമുക്ക് എന്തൊക്കെയുണ്ട്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇതിൽ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചോദ്യം. നോക്കി, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ആണോ, സെലക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണോ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണോ, അതോ പ്രൈസ് ഡിറ്റർമിനേഷൻ ആണോ? നമുക്കറിയാം എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം അല്ലെ. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി, ഈ ഫൈനൽ ഗുഡ്സിന്റെ കൺസ്യൂമേഴ്സ്, ഫൈനൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ആരാണ്, അവർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴാണ് നേരിടുന്നത്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന പ്രോബ്ലത്തിലാണ് ഇത് മെയിൻ ആയിട്ട് നേരിടുന്നത്. ഓക്കെ, യെസ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ചോയ്സ് ഓഫ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കി, ചോയ്സ് ഓഫ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏതെന്നാണ് ചോദ്യം. നോക്കി, വാട്ട് ടു പ്രൊഡ്യൂസ് ആണോ, ഹൗ ടു പ്രൊഡ്യൂസ് ആണോ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം എന്താണ്, ഹൗ ടു പ്രൊഡ്യൂസ് ആണ് അല്ലെ. എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് 2 രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്, നമുക്ക് ലേബർ ഇൻറ്റൻസീവ് ഉണ്ട്, അതേപോലെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ, ഏത് ടെക്നോളജി യൂസ് ചെയ്യണം എന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യം നമ്മൾ എന്താണ്, നമ്മുടെ ഹൗ ടു പ്രൊഡ്യൂസുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ PPC, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, PPF എന്നും പറയില്ല, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും മറ്റൊരു പേരിൽ പറയും. ഓക്കെ, അപ്പോൾ ഈ PPCയുടെ ഷേപ്പ് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കി, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണോ, കോൺകേവ് ടു ദി ഒറിജിൻ ആണോ, ഹൊറിസോണ്ടൽ ആണോ, വേർട്ടിക്കൽ ആണോ? നമുക്കറിയാം എന്താണ് നമ്മുടെ PPCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, കോൺകേവ് ഷേപ്പ് ആണ് കേട്ടോ. കോൺകേവ് ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും എന്തിരിക്കുന്നത്, നമ്മുടെ PPC ഇരിക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ എന്താണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും കൂടി നമ്മൾ അതിനെ വിളിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മെൻഷൻ ദി അപ്രോപ്രിയേറ്റ് ടേം, ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് വിച്ച് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സ്. നമുക്കറിയാം നമുക്ക് 2 ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണ്, മൈക്രോ എക്കണോമിക്സും ഉണ്ട്, അതേപോലെ മാക്രോ എക്കണോമിക്സും ഉണ്ട്. ഇതിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന്റെ സ്റ്റഡി നടത്തുന്നത് ഏത് ബ്രാഞ്ച് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഏതാണ്, മൈക്രോ എക്കണോമിക്സ് ആണ് അല്ലെ. മൈക്രോ എക്കണോമിക്സ് ആണ് എന്ത്, ഇൻഡിവിജ്വൽ സ്റ്റഡി നടത്തുന്നത്. മാക്രോ എക്കണോമിക്സോ ആഗ്രിഗേറ്റ് ടോട്ടൽ സ്റ്റഡി ആയിരിക്കും മാക്രോ എക്കണോമിക്സിൽ നടത്തുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓൾ ദി ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പ്ലാൻഡ് ബൈ ഹൂം എന്നാണ് ചോദ്യം. നമ്മുടെ ഒരു സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ അല്ലെ എന്താണ്, സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ആരാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതാണ് ചോദ്യം. മാർക്കറ്റ് ആണോ, ഗവൺമെന്റ് ആണോ, ബോത്ത് മാർക്കറ്റ് ആൻഡ് ഗവൺമെന്റ് ആണോ, കോർപ്പറേറ്റ് സെക്ടർ ആണോ? നമുക്കറിയാം ആരാണ്, ഗവൺമെന്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഫുൾ ഗവൺമെന്റ് കൺട്രോൾ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ എക്സാമ്പിൾ ഓഫ് മൈക്രോ എക്കണോമിക് വേരിയബിൾ. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൈക്രോ എക്കണോമിക് വേരിയബിളിലെ എക്സാമ്പിൾ ഏതെന്നാണ് ചോദ്യം. നാഷണൽ ഇൻകം ആണോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP ആണോ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് NDP ആണോ, അതോ ഇൻഡിവിജ്വൽ ഇൻകം ആണോ? നമുക്കറിയാം മൈക്രോ എക്കണോമിക്സ് എന്താണ്, ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് സ്റ്റഡി ആണ് അല്ലേ. ആ പേരിൽ തന്നെയുണ്ട് എന്താണ്, ഇൻഡിവിജ്വൽ ഇൻകം ആണ് മൈക്രോ എക്കണോമിക്സിന് ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ,
അതിൻ്റെ അടുത്ത് നോക്കിയേ, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. 2 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റൻ കേട്ടോ. സോഷ്യലിസ്റ്റ് ഇക്കോണമി നമുക്കറിയാം, എന്താണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്, ഗവൺമെന്റ് കൺട്രോൾ ആണെന്ന് പറയാം അല്ലെ. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ മെയിൻ സംഭവം എന്താണ്, ഗവൺമെന്റ് കൺട്രോൾ ആണ് നടക്കുക. ആൻഡ് എന്താണ് ഇവിടെ, എന്താണ് ഇവരുടെ മെയിൻ മോട്ടീവ്, ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, വെൽഫെയർ മോട്ടീവ് അല്ലെ. ആളുകളുടെ ക്ഷേമമാണ് ഇവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എഴുതാവുന്ന മറ്റൊരു സംഭവം കൂടെ, സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്നും കൂടെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ആൻഡ് റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കോണമി. വീണ്ടും 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ക്യാപിറ്റലിസം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ, എന്താണ് പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് അല്ലെ. ഗവൺമെന്റിന് യാതൊരു റോളും ഇല്ല, ഫുൾ എന്താണ് പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്. ആൻഡ് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താണ്, വെൽഫെയർ ആണോ, അല്ല, ലാഭം, പ്രോഫിറ്റ് മാത്രമാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താ, തനിക്ക് കിട്ടിയാൽ തനിക്ക് കൊള്ളാം എന്നുള്ള രീതിയിലാണ് അവർക്കുള്ളത്. ഓക്കെ, പ്രോഫിറ്റ് മോട്ടീവാണ്. മറ്റുള്ളവർക്ക് കിട്ടണോ വേണ്ടയോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല, എനിക്ക് മാത്രം എല്ലാം കിട്ടണം, പ്രോഫിറ്റ്, ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നോക്കിയാൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഈ ചാപ്റ്ററിലെ. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ഡ്യൂ ടു സ്കാസിറ്റി ഓഫ് റിസോഴ്സ്. നമുക്കറിയാം എന്താണ് നമ്മുടെ ഇക്കോണമിയിൽ 3 സെൻട്രൽ പ്രോബ്ലംസ് ആണുള്ളത്. ആ സെൻട്രൽ പ്രോബ്ലംസ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഇക്കോണമിയിലെ മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. യെസ്, നമുക്കറിയാം വാട്ട് ടു പ്രൊഡ്യൂസ് ഉണ്ട്, ഹൗ ടു പ്രൊഡ്യൂസ് ഉണ്ട്, ആൻഡ് മറ്റൊന്നാണ് എന്തെന്ന് പറയുന്നത്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്കുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസിൽ എന്തായിരിക്കും അവർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ഗുഡാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര യൂണിറ്റ്സിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ആയിരിക്കും വാട്ട് ടു പ്രൊഡ്യൂസിൽ. ഹൗ ടു പ്രൊഡ്യൂസിൽ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ലേബർ ഇൻറ്റൻസീവ് യൂസ് ചെയ്യണോ അതോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് യൂസ് ചെയ്യണോ എന്നുള്ള ടെൻഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ പ്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ ഈ ഫൈനൽ ഗുഡ്സ് ഉണ്ടല്ലോ, ഈ ഫൈനൽ ഗുഡ്സിന്റെ കൺസ്യൂമേഴ്സ് ആരാണെന്ന് തീരുമാനിക്കുന്നതായിരിക്കും അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് ഇത് എങ്ങനെ നമ്മുടെ ഈ നാഷണൽ ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. നോക്കി, വാട്ട് ടു പ്രൊഡ്യൂസ്, നോക്കി, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് നീഡ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ഏത് തരത്തിലുള്ള ഗുഡ്സ് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള അവിടുത്തെ പ്രശ്നം. ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസിൽ നോക്കി, എങ്ങനെ, ഏത് ടെക്നിക്ക് അല്ലെങ്കിൽ ഏത് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് യൂസ് ചെയ്യണോ അതോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് യൂസ് ചെയ്യണോ എന്നുള്ളതായിരിക്കും ടെൻഷൻ. ലേബർ എന്ന് പറയുമ്പോൾ എന്താ, മിഷൻസ് ആയിരിക്കും നമ്മളോട് യൂസ് ചെയ്യുക. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ലേബർ എന്ന് വെച്ചാൽ എന്താണ്, ലേബർ എന്ന് വെച്ചാൽ നമ്മളെ തൊഴിലാളികൾ, ലേബറേഴ്സിനായിരിക്കും അവിടെ യൂസ് ചെയ്യുക. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ആൻഡ് നോക്കിയേ, ലാസ്റ്റ് വൺ ആണ് എന്താ, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി. നോക്കിയേ, ഡിറ്റർമൈനിങ് ദ ഫൈനൽ കൺസ്യൂമേഴ്സ് ഓഫ് ദി ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ആൻഡ് എന്താണ്, ഡീൽസ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ഇതാണ് നമ്മുടെ എന്താണ് 1 മാർക്സിനും 2 മാർക്സിനും ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ദ ബുക്ക് ദ വെൽത്ത് ഓഫ് നേഷൻസ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ അല്ലെ. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്ത വർഷം ആണ് ചോദിച്ചിരിക്കുന്നത്. 1929 ആണോ, 1776 ആണോ, 1946 ആണോ അതോ 1936 ആണോ. നമുക്കറിയപ്പോഴാണ് 1776ലാണ്. ആൻഡ് ഈ ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്ന ആരാണ്, ആഡം സ്മിത്ത് ആണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഹൂ റോട്ട് ദ ബുക്ക് വെൽത്ത് ഓഫ് നേഷൻസ്, അല്ലെങ്കിൽ ചോദിക്കും ആഡം സ്മിത്ത് റോട്ട് വിച്ച് ബുക്ക് എന്ന്, വിച്ച് ബുക്ക് വാസ് റിട്ടൺ ബൈ ആഡം സ്മിത്ത് എന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കാം. ആഡം സ്മിത്ത്, വെൽത്ത് ഓഫ് നേഷൻസ് ആൻഡ് 1776, ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. ആൻഡ് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് എന്താ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് എന്ത്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. 8 മാർക്സിന്റെ ക്വസ്റ്റൻ ഒക്കെ സൂപ്പറായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇതിലെ നമുക്ക് 1 മാർക്സിന്റെയും 2 മാർക്സിന്റെയും ക്വസ്റ്റൻ നോക്കാം. വെൻ ഇൻകം ഇൻക്രീസസ് ദ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ടുവേർഡ്സ്. ഓക്കെ, നമ്മുടെ ഇൻകം കൂടുമ്പോൾ, ഒരു വ്യക്തിയുടെ ഇൻകം 100 രൂപയായിരുന്നു നമ്മുടെ ഇൻകം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇൻകം. 100 രൂപയിൽ നിന്ന് 200 രൂപയായപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. നോക്കി, എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്, റൈറ്റിലേക്കാണ് അല്ലേ. അപ്വേർഡ് ഷിഫ്റ്റ് ആണ് ഇവിടെ ഉണ്ടായത്. എന്താണ്, റൈറ്റിലേക്കാണ് എന്ത് ഷിഫ്റ്റ് ആയത്, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ആയത്. ഓക്കെ, യെസ്. ആൻഡ് അടുത്ത നോക്കിയേ, ഇഫ് കൺസ്യൂമേഴ്സ് ഇൻകം ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ്. കൺസ്യൂമറിന്റെ ഇൻകം കൂടുന്നതനുസരിച്ച് ഇൻഫീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡിന് എന്താണ് സംഭവിക്കുക, എന്താ സംഭവിക്കുക, ഡിക്രീസ് ആയിരിക്കും സംഭവിക്കുക അല്ലേ. കറക്റ്റ് അല്ലേ. അപ്പൊ സപ്പോസ് നമുക്ക് 25,000 രൂപയായിരുന്നു നമ്മുടെ സാലറി എന്ന് പറയുന്നത്. 25,000 രൂപ സാലറി ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ, പക്ഷെ പെട്ടെന്ന് നമുക്ക് എന്താ പ്രൊമോഷനൊക്കെ കിട്ടി, നമുക്ക് 50,000 ആയി നമ്മുടെ സാലറി. ഓക്കെ, അപ്പോൾ എന്താ, പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് കാർ, അതാണ് ഇൻഫീരിയർ ഗുഡ്സ്, ഈ സെക്കൻഡ് ഹാൻഡ് കാർ നമ്മൾ മേടിക്കോ ഇല്ല, അതിനുള്ള എന്താണ്, അതിന്റെ ഡിമാൻഡ് കുറഞ്ഞു വരും. ഓക്കെ, യെസ്, അത്രയേ ഉള്ളൂ. ആൻഡ് നോക്കിയേ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇതിൽ ഏതാണ് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. P1x1 plus P2x2 is equal to M ആണോ, P1x1
P1x1 plus P2x2 less than M ആണോ, P1x1 plus P2x2 greater than M ആണോ, none of these ആണ്. നമുക്കറിയാം ഏതാണ് P1x1 plus P2x2 is equal to M ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. P1 എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് ഗുഡ് വൺ, X1 എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ, P2 എന്ന് പറയുമ്പോൾ എന്താ പ്രൈസ് ഓഫ് ഗുഡ് ടു, X2 എന്ന് പറയുമ്പോൾ എന്താ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു, M എന്ന് പറയുമ്പോൾ എന്താ കൺസ്യൂമേഴ്സ് മണി ഇൻകം അല്ലെ, ഇൻകം ആണ് എന്ന് പറയുന്നത് M എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്. ഇതിൽ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദ്യം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRS ആണോ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് MOC ആണോ, -P1 ഡിവൈഡ് ബൈ P2 ആണോ, നൺ ഓഫ് ദീസ് ആണ്. നമുക്കറിയാം ഏതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRS ആണ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, തെറ്റിപ്പോവരുത്. നമ്മുടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എഴുതുന്നത്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെയാണ്, നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, നമ്മുടെ PPC-യുടെ ആണ് അല്ലെ PPF-ന്റെ ആണ് എന്ന് പറയുന്നത്. PPF-ന്റെ സ്ലോപ്പാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് -P1/P2 എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്, ഇത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ആണ് കേട്ടോ, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ആണ്. ജസ്റ്റ് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, അതർ തിങ്സ് റിമൈൻസ് ദ സെയിം, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഡിക്രീസസ്, ഡിമാൻഡിന് എന്താണ് സംഭവിക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോൺസ്റ്റന്റ് ആണ്, റിമെയിൻ സെയിം, അതിനൊരു മാറ്റവും ഇല്ല, അതിങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡിന് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. എന്താ സംഭവിക്കുക, ഡിമാൻഡ് കൂടും, റൈറ്റ് അല്ലേ. ഇതാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. when other things remains the same, when price decreases demand increases, when price increases demand decreases. ഇതാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വോണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിക്ക് ഒരാളുടെ, ഒരു വ്യക്തിയുടെ വോണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ചോദ്യം. ഡിമാൻഡ് ആണോ, സപ്ലൈ ആണോ, പ്രൊഡക്ഷൻ ആണോ, യൂട്ടിലിറ്റി ആണോ. നമുക്കറിയാം എന്താണ് യൂട്ടിലിറ്റി ആണ്. 1 മാർക്കിന് സ്ഥിരം ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മാരത്തൺ ഒക്കെ ഓടിയിട്ട് ദാഹിച്ച് വരുവാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ദാഹം മാറ്റാനുള്ള പവർ എന്തിനുണ്ട്, നമ്മുടെ ദാഹം മാറ്റാനുള്ള പവർ ഒരു വെള്ളത്തിനുണ്ട് അല്ലേ. ആ പവർ, ആ വെള്ളത്തിന് എന്താണ് നമ്മുടെ ദാഹം മാറ്റാനുള്ള പവർ ഉണ്ട്. ആ പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ യൂട്ടിലിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഫോൾ ഇൻ ഡിമാൻഡ് ബൈ ദ റൈസ് ഇൻ പ്രൈസ് ഇസ് കോൾഡ് ഡാഷ്. ഓക്കെ, എന്താണ് നമ്മുടെ ഡിമാൻഡ് കുറഞ്ഞും അതേപോലെ എന്താണ് പ്രൈസ് കൂടിയിരിക്കുകയാണ്. ആ സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണോ, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണോ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണോ, ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണോ. നമുക്ക് അതിനെ പറയുന്ന പേരാണ് എന്ത്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് പറയാം. കോൺട്രാക്ഷൻ, ചുരുങ്ങി പോകാൻ നമുക്ക് പറയാം. Okay, yes. And next question, okay, a perfectly elastic demand curve is dash. Straight line parallel to y-axis, a rectangular hyperbola, straight line parallel to x-axis, and upward sloping curve from left to right. Okay, perfectly elastic demand curve-ന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുന്നത്. എന്താണ്, ഇതാ നമുക്കറിയാം, ഇതാണ് നമ്മുടെ x-ആക്സിസ്, നമ്മുടെ y-ആക്സിസ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിന്റെ കേസസിൽ എങ്ങനെയാണ്, അത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് പോകുക. അതല്ല നമ്മുടെ ഗ്രാഫ് അല്ല, ഇങ്ങനെയാണ് പോവുക. അപ്പോൾ എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു x-ആക്സിസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് ദ ഡിമാൻഡ് കർവ് ഇസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള, ഇലാസ്റ്റിസിറ്റി ഈസ് ഡാഷ്. ഓക്കെ, നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 0 ആണോ, 1 ആണോ, ലെസ് ദാൻ 1 ആണോ, അത് ഇൻഫിനിറ്റി ആണോ. നമുക്കറിയാം എന്താണ്, ED = 1 ആണ് വരിക അല്ലേ. ED = 1 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഇസ് നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇതിൽ ഇൻഡിഫറൻസ് കർവിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ, ഇൻഡിഫറൻസ് കർവ് ആർ നെഗറ്റീവ്ലി സ്ലോപ്ഡ്, ഇൻഡിഫറൻസ് കർവ് ഇന്റർസെക്ട് ഈച്ച് അതർ. A higher indifference curve represent a higher level of satisfaction. നമുക്കറിയാം ഏതാണ് ഇൻഡിഫറൻസ് കർവ് ഇന്റർസെക്ട് ഈച്ച് അതർ ആണ് ഇതിലെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്. ഇൻഡിഫറൻസ് കർവിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. നമുക്കറിയാം എന്താണ്, ഒരിക്കലും രണ്ട് ഇൻഡിഫറൻസ് കർവ് കൂട്ടിമുട്ടൂല, അതൊരിക്കലും കൂട്ടിമുട്ടില്ല, നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. പക്ഷെ ഇവിടെ ഇന്റർസെക്ട് എന്ന് പറഞ്ഞേക്കാം, അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ആൻഡ് നോക്കിയേ, റൈറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെയും കോംപ്ലിമെന്ററി ഗുഡ്സിന്റെയും 2 എക്സാമ്പിൾസ് എഴുതാണ് പറഞ്ഞത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പകരക്കാരൻ, ഒന്നില്ലെങ്കിൽ മറ്റൊന്ന്. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നില്ലാണ്ട് മറ്റൊന്ന് നമുക്ക് ഉപയോഗിക്കാൻ കാര്യമില്ല. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എഴുതാം ടീ ആൻഡ് കോഫി അല്ലെ. ടീയുടെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താ, കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ നമുക്ക് പറയുന്നത് എന്താ, കോക്ക് ആൻഡ് പെപ്സി അല്ലെ. കോക്കിന്റെ പ്രൈസ് കൂടിയാൽ നമ്മൾ പെപ്സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ സംഭവം. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസ് എടുത്താലോ, യെസ്, നമുക്ക് എഴുതാവുന്നതാണ് കാർ ആൻഡ് പെട്രോൾ അല്ലെ. പെട്രോൾ ഇല്ലാണ്ട് കാർ ഓടുവോ, ഇല്ല. വെറുതെ പെട്രോൾ മേടിച്ചിട്ടും കാര്യമുണ്ടോ, ഇല്ല. കാർ ഇല്ലാഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ എന്താണ്, ഫോൺ ആൻഡ് ചാർജർ അല്ലെ.
നമ്മുടെ ഫോണിന് എന്താ ചാർജ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചാർജർ ഉപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലേ. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സിന്റെയും 2 എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. പഠിച്ച് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്സിന് ചോദിക്കും. ഓക്കെ, അതിൻ്റെ അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ? അതായത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അനാലിസിസ്, ഇറ്റ് ഈസ് എൻ യൂട്ടിലിറ്റി അനാലിസിസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സ് കൊണ്ട് മെഷർ ചെയ്യാം. ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. ഒരാൾക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി എന്നുള്ളത് നമുക്ക് എന്താണ് നമ്പേഴ്സ് കൊണ്ട് മെഷർ ചെയ്യാം. ആൻഡ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. ഒന്നാണ് ടോട്ടൽ യൂട്ടിലിറ്റി, മറ്റൊന്നാണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പം നിങ്ങളോട് 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും എഴുതി വെക്കുക. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റിയും ഉണ്ട്, മാർജിനൽ യൂട്ടിലിറ്റിയും ഉണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താ ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഓർഡിനൽ എന്ന് പറഞ്ഞാൽ എന്താ ക്യാൻ നോട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. പകരം നമുക്ക് അത് എന്താ ചെയ്യാൻ പറ്റുക? ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമുക്ക് എന്താ ഒന്നെങ്കിൽ റാങ്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ അറേഞ്ച് ചെയ്യാനാണ് സാധിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത് നോക്കിയേ, എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇത് 2 മാർക്സിന് ചോദിക്കാം, ചിലപ്പോൾ 4 മാർക്സിന് ചോദിക്കാം, ചിലപ്പോൾ 3 മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എന്താണ് ഇൻഡിഫറൻസ് കർവിനെ നമുക്ക് IC എന്ന് വിളിക്കാം അല്ലെ. ഇൻഡിഫറൻസ് കർവ് ഇസ് എന്താണ് കോൺവെക്സ് ടു ദി ഒറിജിൻ. കോൺവെക്സ് ഷേപ്പ് ആണെന്ന് നമുക്കറിയാം. കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് എഴുതാം ഒരെണ്ണമായി. പിന്നെ എന്താണ് 2 ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. 2 ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. പിന്നെ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? ഇൻഡിഫറൻസ് കർവ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് എഴുതാം. പിന്നെന്താ ഹയർ ഇൻഡിഫറൻസ് കർവ് ഗിവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റൻ, യെസ് നമ്മുടെ അടുത്ത ക്വസ്റ്റൻ ആണ്. നോക്കി, ഡാഷ് റെപ്രസെന്റ്സ് ദ വാല്യൂ ഓഫ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ED = 0 ആണോ, ED = 1 ആണോ, ED greater than 1 ആണോ, ED = ഇൻഫിനിറ്റി ആണോ? നമുക്കറിയാം എന്താണ് ED = 0 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് പ്രൈസിൽ എന്ത് മാറ്റം വന്നോട്ടെ ഡിമാൻഡിൽ യാതൊരു മാറ്റവും വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് യെസ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് എന്താണ് ഡിഫൈൻ ഇൻഡിഫറൻസ് കർവ്. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതും അതുപോലെ എന്താണ് ഡ്രോ ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് ഗീവ്സ് ദ കൺസ്യൂമേഴ്സ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അതാണ് കൺസ്യൂമറിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഗുഡ്സിന്റെ ബണ്ടിലിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ ഡ്രോ ഇൻഡിഫറൻസ് മാപ്പ്. ഇൻഡിഫറൻസ് മാപ്പ് എങ്ങനെയാണ് വരിക? നമുക്കറിയാം കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിഫറൻസ് മാപ്പ്. അപ്പോൾ എന്താണ് 2-3 ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇത് നമ്മുടെ Y ആക്സിസ്, ഇത് നമ്മുടെ X ആക്സിസ്. ഇവിടെ IC1 എന്നിട്ട് കൊടുക്കുക, ഇവിടെ IC2 എന്നിട്ട് കൊടുക്കുക, IC3 എന്നിട്ട് കൊടുക്കുക. ഇതാണ് എന്ത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്താണ് a combination of all the bundles that gives the consumer same level of satisfaction. Okay, എന്താണ് a set of bundles that gives the consumer same level of satisfaction. അതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഈ ഇൻഡിഫറൻസ് കർവിന്റെ ഒരു കളക്ഷൻ, ആ ഗ്രൂപ്പ് ഓഫ് കളക്ഷനാണ് നമ്മൾ എന്താ പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എന്താ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ഇറ്റ്സ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോ ഔട്ട്പുട്ടിന്റെ കോസ്റ്റ് പെർ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കിയേ വേരിയബിൾ കോസ്റ്റ് ആണോ, മാർജിനൽ കോസ്റ്റ് ആണോ, ആവറേജ് കോസ്റ്റ് ആണോ, അതോ ഫിക്സഡ് കോസ്റ്റ് ആണ്? നമുക്ക് പറയും എന്താണ് ആവറേജ് കോസ്റ്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത് നോക്കിയേ ദ യു ഷേപ്പ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്, അതായത് നമ്മുടെ LRAC കർവ് ഇസ് ഡ്യൂ ടു ഡാഷ് അല്ലേ. നമ്മുടെ എന്താണ് ഈ യു ഷേപ്പ് വരാനുള്ള കാരണം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എന്താണ് ഈ യു ഷേപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആണോ, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ, ലോ ഓഫ് ഡിമാൻഡ് ആണോ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്? നമുക്കറിയാം ഈ ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലാണുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ എന്താ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. യെസ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ കാരണമാണ് നമ്മുടെ LRACയിൽ എന്താണ് യു ഷേപ്പ് ലോങ് റണ്ണിൽ യു ഷേപ്പ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വെൻ ഔട്ട്പുട്ട് ഇസ് 0 ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് 0 ആകുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഇൻക്രീസ് ആവുമോ, അതോ അത് ഡിക്രീസ് ആവുമോ, അതോ 0 തന്നെ ആയിട്ടിരിക്കുമോ, അതോ
1 ആണ്. ഓക്കെ, ഈ നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിട്ടിരിക്കുന്ന സമയത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുവോ കുറയോ അതോ 0 ആണോ അതോ 1 ആയിട്ടാണോ ഇരിക്കുന്നതെന്ന് ചോദ്യം. എന്താണ്, ഔട്ട്പുട്ട് 0 ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും 0 ആണ്. ഓക്കെ, അതും 0 ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇസ് നോൺ ആസ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ചോദ്യം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണോ, ഡിമാൻഡ് ഫംഗ്ഷൻ ആണോ, കൺസംഷൻ ഫംഗ്ഷൻ ആണോ, അതോ സപ്ലൈ ഫംഗ്ഷൻ ആണോ? യെസ്, നമുക്കറിയാം എന്താണ്, ചാപ്റ്ററിന്റെ പേര് തന്നെയുണ്ട്, എന്താണ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അല്ലേ. യെസ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത സംഭവമാണ് എന്താ, ഡിഫൈൻ ഐസോകോണ്ട്. എന്താണ് ഐസോകോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾക്ക് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്ന വേരിയസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്സ്, അതിന്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്ന് പറയുന്നത് ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഐസോകോണ്ട്. എന്താണ് ഐസോകോണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താണ്, സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്ന വേരിയസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻപുട്സിന്റെ ഒരു കോമ്പിനേഷൻ. ഓക്കെ, ഈ സെയിം നമുക്ക് ആ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ആയിക്കോട്ടെ, നമ്മുടെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ ആ ഒരു കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ഐസോകോണ്ട് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഓൾ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ്. ആ ഇൻപുട്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, ദാറ്റ് yields സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നോക്കിയേ, TFC പ്ലസ് TVC, അതായത് എന്താണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തെന്നാണ് ചോദ്യം. നോക്കിയേ, MC ആണോ, AC ആണോ, ABC ആണോ, അതോ TC ആണോ? നമുക്കറിയാം എന്താണ്, TC ആണ്. ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ്. TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, ദാറ്റ് ഈസ് TC എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ഇത്രയാണ് നമ്മുടെ 3 ചാപ്റ്റേഴ്സിലെയും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെയും 2 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പം എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് പോയി എഴുതുക. ഓൾ ദി ബെസ്റ്റ്.